ആർഷീത്ത് ഒരിക്കൽ കൂടി നിലമ്പൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആർഷീത്ത്, വലിയ ആവേശത്തിലാണ് LDF ക്യാമ്പ് എന്നുള്ള കാര്യം നമുക്കറിയാം. നേരത്തെ ചില ദൃശ്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. ഈ തീരുമാനത്തെ വലിയ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നുണ്ട്. സ്വരാജിൻ്റെ വരവിനെ, പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നതിനെയൊക്കെ വലിയ ആവേശത്തോടു കൂടി CPIM പ്രവർത്തകർ കാണുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് പൊതുവായ വോട്ടുകൾ സമാഹരിക്കുന്നതിനകത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഇതുവരെ വന്നിട്ടില്ല, അത് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പൊതുവായ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ ഈ പൊളിറ്റിക്കൽ ഫൈറ്റിനിടയിൽ സ്വരാജിന് എത്രത്തോളം മുന്നേറാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ LDF ക്യാമ്പ് എങ്ങനെ കണക്ക് കൂട്ടുന്നു ശ്രീത്ത്? ശ്രീജിത്ത് ശക്തമായ രാഷ്ട്രീയ മതനിരപേക്ഷ നിലപാടുള്ള വ്യക്തിയാണ് സ്വരാജ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ LDF ക്യാമ്പിൽ ലഭിക്കുന്ന സ്ഥിരം വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് കടന്ന് മതനിരപേക്ഷ നിലപാടുള്ളവരുടെ വോട്ടുകൾ കൂടി ആകർഷിക്കാൻ സ്വരാജിന് കഴിയുമെന്ന പ്രതീക്ഷയാണ് CPIM നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ നിലമ്പൂർ മണ്ഡലം വളരെ രാഷ്ട്രീയമായ അടിത്തറയുള്ള മണ്ഡലമാണ് CPIMന്. എല്ലാ മേഖലയിലും പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുണ്ട്. തൊഴിലാളി മേഖലയിലാണെങ്കിലും അല്ലാത്ത മറ്റ് കർഷക മേഖലയിലൊക്കെ തന്നെയും പാർട്ടിക്ക് സ്വാധീനമുണ്ട്. ഈ സ്വാധീന മേഖലയിലെ മറ്റ് ജനവിഭാഗങ്ങളെ കൂടി പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും അടുപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലായിടത്തു നിന്നും പ്രധാനപ്പെട്ട പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ നിര തന്നെ ഇവിടെ ക്യാമ്പയിനായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തനത്തിലൂടെ പാർട്ടിയുടെ വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പൊതു വോട്ടുകൾ കൂടി കരസ്ഥമാക്കാൻ കഴിയും. അതിന് സ്വരാജിന്റെ വ്യക്തിത്വം, സ്വരാജിന്റെ ഇടപെടലുകൾ, സ്വരാജിന്റെ മതനിരപേക്ഷ നിലപാടുകളൊക്കെ തന്നെ സഹായകരമാകും എന്ന പ്രതീക്ഷയാണ് CPIM നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. അതിന് പ്രത്യേകമായ ഒരു തന്ത്രമല്ല, മറിച്ച് സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഒപ്പം CPIMന്റെ വർഗീയ വിരുദ്ധ നിലപാടുകളും ഉയർത്തിക്കാണിച്ചായിരിക്കും നിലമ്പൂരിലെ പ്രചരണവും. അത് പൊതുവോട്ടുകൾ കൂടി നേടിയെടുക്കാൻ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീത്ത് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒപ്പം തന്നെ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാറും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, നിലമ്പൂരുകാരൻ കൂടിയായ സ്വരാജാണ് LDFന് വേണ്ടി കളത്തിലിറങ്ങാൻ പോകുന്നത്. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. വലിയ ആവേശത്തിൽ പ്രവർത്തകർ ആ തീരുമാനത്തെ സ്വീകരിക്കുന്നു. എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചിത്രം, അതിന് ആവേശം ഇരട്ടിയിലേക്ക് എത്തുകയാണ്. പ്രചാരണം സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി മുന്നണികൾ. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്.